നമസ്കാരം, ഞാൻ പാർവതി. ഫാർമാവിഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രകൃതി ചികിത്സയും ആരോഗ്യ സംരക്ഷണവുമാണ്. ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ഡോക്ടറെ സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം, ഞാൻ ഡോക്ടർ രമ്യ പ്രഭ, സ്വസ്തി സിദ്ധ നാച്ചുറോപ്പതി ആൻഡ് വർമ്മ ക്ലിനിക്, കാരേറ്റ്. ഡോക്ടർ, പ്രകൃതി ചികിത്സ എന്ന് പറയുന്ന ഒരു വാക്ക് കേൾക്കുമ്പോൾ പല ആൾക്കാർക്കും എന്താണ് ഇത് എന്നുള്ളതിനെ കുറിച്ച് കൺഫ്യൂഷൻ ഉണ്ട്. നമുക്ക് വ്യക്തമായിട്ടൊരു ഉത്തരം നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കേണ്ടതുണ്ട്. എന്താണ് പ്രകൃതി ചികിത്സ, അതിന്റെ പ്രാധാന്യം എന്താണെന്ന് സംസാരിക്കും. പ്രകൃതിയുടെ 5 ഘടകങ്ങളായ ഭൂമി, ജലം, വായു, ആകാശം, അഗ്നി ഇവയുടെ സഹായത്തോടെ ശരീരത്തിനുള്ളിലെ സ്വാഭാവിക ചികിത്സാ ശക്തിയെ ഉണർത്തുകയാണ് പ്രകൃതി ചികിത്സ. മരുന്നിനേക്കാൾ കൂടുതൽ ഭക്ഷണ രീതിയും ജീവിതശൈലിയും ശീലങ്ങൾക്കൊക്കെയാണ് പ്രകൃതി ചികിത്സയിൽ പ്രാധാന്യം കൊടുക്കുന്നത്. ആരോഗ്യ സംരക്ഷണത്തിന് പ്രകൃതി ചികിത്സയിൽ എന്താണ് പ്രാധാന്യം നൽകുന്നത്? പ്രകൃതി ചികിത്സയിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ഭക്ഷണത്തിനാണ്. ശുദ്ധമായ ഭക്ഷണം, ശുദ്ധമായ വെള്ളം, ശുദ്ധമായ വായു, ഇതൊക്കെ മുൻനിർത്തിയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റും ഡയറ്റും എല്ലാം കൊടുക്കുന്നത്. നമ്മുടെ ഭക്ഷണത്തിന് നമ്മുടെ ശീലങ്ങൾക്കനുസരിച്ചാണല്ലോ അസുഖങ്ങൾ വരുന്നതും മാറുന്നതും ഒക്കെ. അപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞതും നല്ല രീതിക്ക് ആഹാരം കഴിച്ച് തുടങ്ങുന്ന ഒരു സമയം വരെ, അതായത് ഒരു മനുഷ്യൻ ആരോഗ്യവാനായിട്ടിരിക്കണമെങ്കിൽ എന്തൊക്കെ ഭക്ഷണക്രമങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് ലൈഫിൽ? ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനം. നമ്മൾ എന്ത് കഴിക്കുന്നു, എപ്പോൾ കഴിക്കുന്നു, എങ്ങനെ കഴിക്കുന്നു, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ഒരു മനുഷ്യൻ്റെ ആരോഗ്യസ്ഥിതി അല്ലെങ്കിൽ രോഗാവസ്ഥയും ഒക്കെ ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രകൃതി നമുക്കായി വിധിച്ച ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു ലൈഫിൽ നമുക്ക് ഹെൽത്തി ആയിട്ടൊരു ജീവിതം കൊണ്ടുപോകാനായിട്ട് പറ്റും. ആ വിധിച്ച ഭക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ടേസ്റ്റിന് വേണ്ടി ഉണ്ടാക്കുന്ന മറ്റുള്ള ഭക്ഷണങ്ങളാണ് നമുക്ക് രോഗവും ഉണ്ടാക്കുന്നത്. പ്രകൃതിയിൽ തന്നെയുള്ള പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും മുളപ്പിച്ച ധാന്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് വേണ്ടുന്ന വിറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസും ഒക്കെ അതിൽ തന്നെ കിട്ടും. ധാന്യങ്ങൾ മുളപ്പിച്ച് കഴിക്കുവാണെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ്, അസിഡിറ്റി ഒന്നും ഉണ്ടാവില്ല. ഏത് ധാന്യവും, ഇപ്പോൾ കടലയാണെങ്കിലോ പയറാണെങ്കിലോ ഒക്കെ മുളപ്പിച്ച് കഴിച്ചാൽ അതിനെ തുടർന്ന് ഉണ്ടാവുന്ന ഗ്യാസ്ട്രൈറ്റിസ് ഒന്നും ഉണ്ടാവില്ല. അത് മാത്രമല്ല, മുളപ്പിക്കുമ്പോൾ അതിലുള്ള പ്രോട്ടീൻ കണ്ടൻറ്റും കൂടും. പിന്നെ നമുക്ക് നാച്ചുറലായിട്ട് ഇത്രയും സോഴ്സ് ഉള്ളപ്പോൾ പുറമേയുള്ള മീറ്റും അതുപോലെ പ്രോട്ടീൻ പൗഡറിനെ ഒന്നും ആശ്രയിക്കേണ്ട ആവശ്യം വരില്ല. ഓരോ മനുഷ്യനും പ്രകൃതി തന്നെ വേണ്ടുന്ന എല്ലാം നമുക്ക് ഈ പ്രകൃതിയിൽ തന്നിട്ടുണ്ട്. എല്ലാ വിറ്റമിൻസും എല്ലാ പ്രോട്ടീൻസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒഴിവാക്കാനും ഹെൽത്തി ആയിട്ടൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും. അതുപോലെ പ്രോസസ്ഡ് ഫുഡും ജങ്ക് ഫുഡ്, പിന്നെ ഷുഗർ, സോൾട്ട്, ഓയിലൊക്കെ അമിതമായിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോഴാണ് നമ്മുടെ ഡയബറ്റീസ്, BP, PCOD, ഒബേസ്, അമിതവണ്ണം, കാർഡിയാക് പ്രോബ്ലം ഒക്കെ ഇതുപോലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ടാകുന്നത് മെയിനായിട്ടും നമ്മുടെ ഭക്ഷണ രീതിയിൽ നിന്നാണ്. ഭക്ഷണത്തിൻ്റെ ഒരു വ്യത്യാസം വരുമ്പോൾ നമ്മുടെ മെറ്റബോളിസം ചേഞ്ച് ആവുകയും ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരികയും ചെയ്യും. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം, ഇപ്പോൾ ഒരു ഡയബറ്റീസ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബ്ലഡ് പ്രഷർ വരികയാണെങ്കിൽ പെട്ടെന്ന് നമ്മളൊരു മരുന്നിനെ ആശ്രയിക്കാതെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് അതിനെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജീവിത അവസാനം വരെ മരുന്നില്ലാതെ ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ സാധിക്കും. ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം അവിടെയാണ് വരുന്നത്. ഇത് പലർക്കും അറിയാത്തൊരു കാര്യവും തന്നെയാണ്. അതെ. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ അതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ആയിരിക്കാൻ ശ്രദ്ധിക്കണം. നമുക്ക് വേണ്ടത്ര അളവിൽ കാർബോഹൈഡ്രേറ്റും ഫാറ്റും പ്രോട്ടീനും വിറ്റമിൻസും മിനറൽസും എല്ലാം നമുക്ക് നാച്ചുറൽ ഒരു പ്രകൃതിദത്തമായ മാർഗത്തിൽ കൂടെ ലഭിക്കും. അപ്പോൾ അതെല്ലാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉണ്ടായിരിക്കും എന്ന് ഉറപ്പുവരുത്തുക. ശരിയാ, ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആണെങ്കിൽ തന്നെ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ ഭക്ഷണത്തിൻ്റെ സമയം, റെഗുലറായിട്ടുള്ള ടൈമിൽ ഭക്ഷണം കഴിക്കുന്നതും പ്രധാനമാണ്. നമ്മുടെ ക്രമം തെറ്റിയുള്ള ഭക്ഷണ രീതി, ലേറ്റായിട്ട് ഓവറായിട്ട് ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ അമിതവണ്ണത്തിനും ഹോർമോണൽ ചേഞ്ചസിനും ഒരു പ്രധാന കാരണമാണ്. പിന്നെ ഭക്ഷണം നന്നായി ചവച്ചരച്ച് സമയമെടുത്ത് കഴിക്കുക. അതുപോലെ തന്നെ പ്രധാനമാണ് ഫുഡ് കഴിക്കുമ്പോൾ TV, മൊബൈൽ, ലാപ്ടോപ്പൊക്കെ മാറ്റി വെച്ച് മനസ്സിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ ആ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അത് ആ ഒരു പ്രവണത ഇപ്പോൾ എല്ലാ വീട്ടിലും കണ്ടുവരുന്ന ഒരു പ്രധാന കാരണമാണ്. അതെ. അത് ചെയ്യുമ്പോഴൊരു തെറ്റ് സംഭവിക്കുന്നത്, നമ്മൾ കഴിക്കുന്ന ക്വാണ്ടിറ്റി ശ്രദ്ധിക്കാൻ പറ്റില്ല. ഇപ്പോൾ മൊബൈലിൽ എന്തെങ്കിലും റീൽസും വീഡിയോ ഒക്കെ കണ്ടിട്ട് കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ക്വാണ്ടിറ്റി അധികമായി പോകും. അത് പ്രധാനമാണ്. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക.
കഴിക്കുന്ന ഭക്ഷണത്തിൽ ഫൈബർ കണ്ടെന്നുള്ള ഭക്ഷണം ഒരുപാട് ഉൾപ്പെടുത്തുകയാണെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കാം. കോൺസ്റ്റിപ്പേഷൻ ഒഴിവായാൽ തന്നെയും അസിഡിറ്റി നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ഡോക്ടറെ, പണ്ട് കാലത്തൊന്നും ഒരുപാട് വ്യത്യസ്തമായിട്ട് നമുക്ക് ഒരുപാട് രോഗികളെ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അതായത് രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഡേ ബൈ ഡേ. അപ്പോൾ എന്തായിരിക്കും ഇങ്ങനെ രോഗങ്ങൾ കൂടാനുള്ള ഒരു കാരണങ്ങൾ? ലൈഫ് സ്റ്റൈലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് പ്രധാന ഘടകമാവുന്നുണ്ടോ? പണ്ടത്തെ കാലത്ത് നമുക്ക് പറമ്പിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറികളും പഴങ്ങളും നമുക്ക് എന്താണോ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ്, ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റിന് അവൈലബിൾ ആയിട്ടുള്ളത് ചക്ക, മാങ്ങ, പഴം ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സും ഇവിടെ കിട്ടുന്ന ഇലകളും ചേമ്പ്, ചേന ഇതൊക്കെയായിരുന്നു പണ്ടത്തെ ആൾക്കാർ കഴിച്ചിരുന്നതും. അതുപോലെ നന്നായിട്ട് ഹാർഡ് വർക്കും ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവർക്ക് ജങ്ക് ഫുഡ്സും ഫാസ്റ്റ് ഫുഡും ഒക്കെയാണ് പ്രിയം. അത് മാത്രമല്ല, ഇപ്പോഴത്തെ ഒരു പ്രവണത രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്കും ഫുഡ്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് വേണ്ട, പക്ഷേ ഡിന്നറിന് കുറച്ച് ഹെവി ആയിട്ട് പ്രത്യേകിച്ച് കുറച്ച് നോൺ വെജ് ഐറ്റംസ് കഴിച്ച് വരുന്നൊരു ശീലമാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് കൂടുതലായിട്ടുള്ളത്. അത് നമ്മുടെ ഒരു ഡൈജഷനെ ശരിക്കും ബാധിക്കും. അതായത് സൂര്യാസ്തമയത്തിന് ശേഷം നമ്മുടെ ഡൈജഷൻ കുറച്ച് സ്ലോ ആയിരിക്കും. ആ സമയത്ത് നമ്മൾ ഹെവി ഫുഡ് കൊടുക്കുന്നത് നമ്മുടെ ലിവറിനൊക്കെ ഒരു ഓവർലോഡാണ്. ഇതിനെ ആ ഒരു ദഹന പ്രക്രിയ പൂർത്തിയാക്കാനായിട്ട് ഓവർലോഡ് വരും. അപ്പം നമ്മുടെ മെറ്റബോളിസം സ്ലോ ആവും. പിന്നെ ആ ഒരു യങ് ഏജിൽ ഒരു ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമുക്കിതൊന്നും ഒരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് അഫക്റ്റ് ചെയ്യില്ല. പക്ഷേ കുറച്ചുകൂടി ഏജ് ആകുമ്പോൾ ഈ ചെറിയ പ്രായത്തിൽ കഴിച്ച ഫുഡെല്ലാം തന്നെ പിന്നീടുള്ള ഇൻഡൈജഷൻ, കോൺസ്റ്റിപ്പേഷൻ, ആസിഡിറ്റി, പിന്നീട് ഒബേസിറ്റി ഇതിലോട്ടൊക്കെ വരാനായിട്ട് ആ കുഞ്ഞുനാളിലുള്ള ഭക്ഷണ രീതി ശ്രദ്ധിക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ദിവസം കഴിക്കുന്ന ഫുഡിൽ എത്രത്തോളം നാച്ചുറൽ ഫുഡ് ഉണ്ടെന്ന് ചെക്ക് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും. ആ നാച്ചുറൽ ഫുഡ് ഇല്ല എന്ന് തന്നെ പറയാം. കൂടുതലും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫുഡാണ് ഉൾപ്പെടുത്തുന്നത്. അതുപോലെ ഒരു സെഡൻഡറി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ അല്ലേ, കൂടുതലും ഇരുന്നിട്ടുള്ള ജോലിയാണ്. അപ്പോൾ എണീറ്റൊന്ന് അതിനിടയിൽ ഒന്ന് നടക്കാൻ പോലും നമ്മൾ കൂടുതലും പേർക്കും മടിയായിരിക്കും. അപ്പോൾ ഒരു വാക്കിംഗ് ഇല്ല, റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് ഇല്ല, യോഗയോ മെഡിറ്റേഷനോ അങ്ങനെ ഒന്നുമില്ല. ജോലി ചെയ്യുന്നു, ഫുഡ് കഴിക്കുന്നു, ഉറങ്ങുന്നു, കുറേ സമയം മൊബൈൽ നോക്കുന്നു. അത് തന്നെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലായിട്ട് വന്നിരിക്കുന്നത്. അടുക്കളയിൽ പോലും എല്ലാം മെഷീനുകളും ഇലക്ട്രോണിക് സാധനങ്ങളും ആയതുകൊണ്ട് സ്വിച്ച് ഇട്ടാൽ മാത്രം കത്തുന്ന സാധനങ്ങളും ഉപയോഗിക്കുന്ന സാധനങ്ങളായതുകൊണ്ട് അതിനകത്തൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല. ശരിയാണ്, പണ്ട് കാലത്തൊന്നും ആ ഒരു പ്രശ്നം കൊണ്ട് ഒരുപാട് പേർക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ ഒരു അടുക്കള നന്നായിരുന്നാൽ ഒരു 3/4 ഭാഗം അസുഖങ്ങൾ നമുക്ക് അടുക്കളയിൽ നിന്ന് തന്നെ ഒഴിവാക്കാൻ സാധിക്കും. ആ അടുക്കളയിൽ തെറ്റ് സംഭവിക്കുമ്പോഴാണ് നമ്മുടെ ഒരു ദിനചര്യകൾ മാറി അസുഖങ്ങൾ വരികയൊക്കെ ചെയ്യുന്നത്. തീർച്ചയായും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ പ്രേക്ഷകരും, നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാം വീട്ടിൽ നിന്ന്, അടുക്കളയിൽ നിന്ന് തുടങ്ങേണ്ട ഒരു കാര്യം തന്നെയാണ് ഡോക്ടർ പറഞ്ഞത്. ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഒന്ന് പറയുന്നത് സ്ട്രെസ്സ്. പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ ആൾക്കാർക്ക്, കുഞ്ഞു കുട്ടികൾക്ക് വരെയും സ്ട്രെസ്സ്. കുട്ടികൾക്കാണെങ്കിൽ പഠിക്കുന്ന സ്ട്രെസ്സ്, വലിയ ആൾക്കാർക്കാണെങ്കിൽ ജോലിയുടെ സ്ട്രെസ്സ്, കിച്ചണിലെ സ്ട്രെസ്സ്, എല്ലാം സ്ട്രെസ്സ്. ഇത്രയും സ്ട്രെസ്സുമായിട്ട് നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഓവർലോഡ് ഫീൽ ചെയ്യും. പിറ്റേന്ന് രാവിലെയും ഇതുപോലെ എണീക്കുന്നു, അതേ സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്നു, അതുപോലെ ഉറങ്ങാൻ പോകുന്നു. പക്ഷെ എന്തെങ്കിലും ഒരു യോഗ, മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് ആ സ്ട്രെസ്സിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും ആ ഒരു ഭാരം കുറച്ച് നമുക്ക് റിലാക്സ് ചെയ്ത് ഉറങ്ങാൻ സാധിക്കും. ഈ കണ്ടിന്യൂസ് സ്ട്രെസ് ഉള്ളപ്പോൾ അത് പിന്നീടൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്കോ അല്ലെങ്കിൽ BP കൂടാനോ ഒക്കെ സാഹചര്യം ഉണ്ടാക്കും. അതുപോലെ ഓവർ സ്ട്രെസ് വരുമ്പോൾ കോർട്ടിസോൾ ഹോർമോൺ ഇൻക്രീസ് ആവുകയും നമുക്ക് നെക്ക് പെയിൻ ഉണ്ടാകും. ഒബേസിറ്റിക്കും ഓവർ സ്ട്രെസ് ഒരു കാരണമാണ്. നമ്മൾ കുറച്ച് ഫുഡ് കഴിച്ചിട്ടും ചിലർക്ക് വണ്ണം കുറയുന്നില്ല എന്ന് പറയുന്ന കണ്ടീഷനിൽ ചോദിച്ചാൽ മനസ്സിലാവും ഓവർ സ്ട്രെസ് ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴും നമ്മുടെ മെറ്റബോളിസം കുറയുകയും ഈ പറഞ്ഞ പോലെ വയറ് കൂടാനുള്ള സാധ്യത ഉണ്ട് സ്ട്രെസ് കൂടുമ്പോൾ. പിന്നെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ച് നമ്മൾ പ്രകൃതിയുമായിട്ട് മാക്സിമം ഒരു അകലം പാലിച്ചാൽ ജീവിക്കുന്നതെന്ന് പറയാം. കാരണം ഒരു കൂടുതലും റൂമിൽ ആണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. കാറാണെങ്കിൽ AC, വീടാണെങ്കിൽ AC, ഓഫീസാണെങ്കിൽ AC. അപ്പോൾ കുട്ടികൾക്ക് പോലും കുറച്ച് സമയം ഒന്ന് വെയിൽ കൊള്ളുമ്പോൾ അവർക്കൊരു സ്കിന്നിന് പറ്റുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണം, തളർച്ച. വലിയ ആൾക്കാർക്കും മെജോറിറ്റി ആൾക്കാർക്കും ആ ഒരു പുറത്ത് വെയിൽ കൊള്ളാനോ അല്ലെങ്കിൽ മഴ നനയാനോ പറ്റാത്തൊരു സാഹചര്യം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രകൃതിയുമായിട്ട് അത്രയും അകന്നു പോയിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ വെയിൽ കൊള്ളാനും മഴ നനയാനും ഒന്നും പറ്റാത്തത്. ശരീരത്തിൽ ഒട്ടും വെയിൽ ഏൽക്കാതെ വരുമ്പോൾ വിറ്റമിൻ D കുറയുകയും കാൽഷ്യം അബ്സോർപ്ഷൻ കുറയുകയും ചെയ്യും. വിറ്റമിൻ D ആവശ്യത്തിനുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് കാൽഷ്യം നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു 70% ആൾക്കാർക്കും വിറ്റമിൻ D ഡെഫിഷ്യൻസി ഉണ്ട്. ചില കുട്ടികൾക്ക് 13, 14, 15 അത്രയൊക്കെ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അത്രത്തോളം വിറ്റമിൻ D ഡെഫിഷ്യൻസിക്ക് ഒരു കാരണം നമ്മൾ ആ ഒരു പ്രകൃതിയുമായിട്ട് അത്രയും അകന്ന് നിൽക്കുന്നത് കൊണ്ടാണ്.
പിന്നെ ഒന്ന് ഇംപ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ്. നമ്മൾ ലേറ്റ് നൈറ്റ് ഉറങ്ങുന്ന ലാസ്റ്റ് മൊമെന്റ് വരെയും മൊബൈൽ നമ്മുടെ കൂടെ കാണും. പ്രത്യേകിച്ച് ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണെങ്കിൽ അത്രയും നമ്മുടെ കണ്ണിന് സ്ട്രെയിൻ കൊടുക്കുന്നുണ്ട്, ബ്രെയിനിന് സ്ട്രെയിൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്ക്രീൻ ടൈം ഒന്ന് കുറയ്ക്കണം. മിനിമം ഒരു 6 to 7 hours എങ്കിലും ഉറങ്ങാൻ ശ്രദ്ധിക്കണം. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുകയാണെങ്കിൽ, വെള്ളം ഒരു നാച്ചുറലായിട്ട് നമുക്കൊരു ഡിറ്റോക്സിഫിക്കേഷൻ നടക്കാനായിട്ട് വെള്ളം സഹായിക്കും. പിന്നെ എയർ പൊല്യൂഷൻ, പിന്നെ നമ്മളെ പച്ചക്കറികളാണെങ്കിലും പഴങ്ങളാണെങ്കിലും, എന്നാൽ നമ്മുടെ വീട്ടിൽ പോലും ഉറുമ്പിനെ ഓടിക്കാൻ, പച്ച ഓടിക്കാനൊക്കെ നമ്മൾ പെസ്റ്റിസൈഡ്സ് ഒത്തിരി യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒത്തിരി പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുമ്പോൾ അലർജി, ആസ്മ, അതുപോലെ ലിവർ പ്രോബ്ലം ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒന്ന് ഉപയോഗം കുറച്ച്, അല്ലെങ്കിൽ കുറയ്ക്കുകയല്ല, അത് ഒഴിവാക്കി നാച്ചുറലായിട്ടുള്ള മാർഗത്തിൽ കൂടി ഇതിനൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാൻ നോക്കുവാണെങ്കിൽ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകും.